മാഞ്ചീരിക്കാവിൽ ശ്രീയായി വിളങ്ങിടും ദേവി ശ്രീചക്രധാരിണി ദേവി കാലത്തൊന്നും ആയിട്ടില്ല. പെൺകുട്ടിയെ കൂടെ കൊണ്ടു നിർത്തുന്നത് ഇന്നത്തെ കാലത്ത് ശരിയല്ല കേട്ടോ. തോമസ് പാലിക്കൽ. പറയൂ തോമസ്, എന്തൊക്കെയുണ്ട്? എന്താ രാവിലെ തന്നെ ഇനി പ്രോഗ്രാം? വിശേഷങ്ങളും പ്രോഗ്രാമുകളും ഒക്കെ ഒരുപാടുണ്ട്. പക്ഷെ ഇയാളെ കിട്ടില്ലല്ലോ. എടോ, നമ്മുടെ പുതിയ ക്ലബിന്റെ ഹോങ്കോങ് ടൂറിനെ കുറിച്ച് പറയാൻ വേണ്ടിയാ. അടുത്ത മാസം 20-ാം തീയതി, അറിയാലോ. ഇത്തവണയെങ്കിലും താനും ഭാര്യയും വരണം. ചിരിക്കാൻ പറഞ്ഞതല്ല. ഇത്തവണ ക്ലബെന്ന് റീഫണ്ട് പോലും കിട്ടില്ല. ഇനിയുള്ള ഈ വയസ്സുകാലത്തെങ്കിലും ഒന്ന് സന്തോഷമായിട്ട് ജീവിക്കുക. ആവുന്ന കാലത്തൊക്കെ സമ്പാദിച്ചു കൂട്ടിയില്ലേ, ഇനി അതൊക്കെ ഒന്ന് ചെലവഴിക്കുക. തോമസേ, നിനക്കറിയാലോ, ഞാൻ ഒറ്റ തടിയാ. പ്രായമുള്ള അമ്മയെ വിട്ടിട്ട് ഞങ്ങളെങ്ങനെ 1-2 മാസം ടൂറിനൊക്കെ വരിക? തന്നെയല്ല, ഇക്കാലത്തൊരാളെയൊക്കെ നിർത്തുക എന്ന് പറഞ്ഞാ അതൊന്നും ശരിയാവില്ല. കഴിഞ്ഞ തവണ വിളിച്ചപ്പോഴും താനി തന്നെയല്ലേ പറഞ്ഞത്, ഒരുതരം ചീപ്പ് ഫാമിലി സെന്റി. ഇത് ഞാൻ കുറെ കേട്ടതാ. എങ്ങനെയെങ്കിലും വരാൻ നോക്ക്. എടോ, ഇതൊക്കെ ഇപ്പോഴേ നടക്കൂ. നമ്മുടെ റഹീമേ ചില ചുറ്റിക്കളികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാം നിന്റെ ഇഷ്ടം. ആ ശരി, ഓക്കെ. ശരി തോമസ്, ശരി. മോളെ, കുറച്ച് വെള്ളം ചൂടാക്കി തരുവോ? ദേ, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു തരാൻ പറ്റൂ. പറ്റുമെങ്കിൽ ഇരുന്നാ മതി. അല്ലെങ്കിൽ വല്ല അനാഥ മന്ദിരത്തിലോട്ട് കൊണ്ടാക്കും ഞാൻ. അവിടെ ഒതുങ്ങിയിരുന്നോ, പറഞ്ഞേക്കാം. എനിക്ക് മടുത്തു. ദേ നോക്കിയേ, മോളും മരുമനും അവര് ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരിക. ഈ ലീവിന് നമ്മളെ ബാംഗ്ലൂർക്ക് ക്ഷണിച്ച കാര്യം നിങ്ങൾക്ക് അറിയാലോ. അവിടെ കുറച്ചു ദിവസം താമസിക്കാനായിട്ട് അവര് കുറെ തവണയിലേ വിളിക്കണു. അതെങ്ങനെയാ? നിങ്ങളുടെ ഈ അമ്മ വിട്ട് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? നിങ്ങളുടെ അമ്മയും ഈ പണ്ടാരം ഒരു മാരനായിട്ട് തലയിൽ തന്നെയല്ലേ. വല്ല അനാഥ മന്ദിരത്തിലും കൊണ്ടാക്കാൻ വേണ്ട കാലത്രയായി. അതിന് കേക്കണ്ട ഈ ചെവിയിലോട്ട്. എനിക്ക് ഈ സമൂഹത്തില് ഒരു നിലയും വിലയൊക്കെ ഉണ്ട്. ഞാൻ അമ്മയെ ഒരു അനാഥാലയത്തിലൊക്കെ കൊണ്ടാക്കാന്ന് വെച്ചാ നാട്ടുകാരെന്താ പറയാ? ഞാൻ ബാങ്കിൽ പോയിട്ട് വരുമ്പോഴേക്കും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിനോട് പോവും. പറഞ്ഞേക്കാം. നിന്നോട് ഞാൻ എന്താ പറയാ?
ഞാൻ ബാങ്കിൽ പോയിട്ട് വരുമ്പോഴേക്കും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിനോട് പോകും. പറഞ്ഞേക്കാം. അമ്മേ, നമുക്കൊരു സ്ഥലം വരെ പോവാം. എവിടേക്കാ മോനെ? അമ്മ വരൂ. അമ്മേ, അമ്മ ഇവിടെ ഇരിക്കൂ. ഞാനൊന്ന് അവിടെ പോയിട്ട് വരാം. ഒരാളെ കാണാനുണ്ട് കേട്ടോ. ഭാരതി, ഞാൻ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. നീ വേഗം റെഡി ആയിക്കോ. ഞാൻ വന്നത് ഊണ് കഴിഞ്ഞ് ഇന്ന് തന്നെ നമുക്ക് ബാംഗ്ലൂർക്ക് പോവാം. മോളെ എന്നാ രണ്ടുപേരും കൂടി കഴിച്ചു. രണ്ടുപേരും
ഉം. എന്തേ കഴിക്കോ? ഉം. കഴിക്കോ? കഴിക്കോ? എന്തേ? ഔ, ഇപ്പഴാ ഒരു സമാധാനായത്. എടോ അംസേ, ആ. നമ്മളൊന്ന് നോക്കിയ കുരിശുപള്ളിക്ക് സമീപമുള്ള എസ്റ്റേറ്റ് ഉണ്ടല്ലോ, അതെ ആ 200 ഏക്കർ, അതെ ആ സൗകര്യങ്ങൾ വെച്ച് നോക്കുമ്പോ ആ. എനിക്കത് വലിയ ഇഷ്ടായി. ഓക്കെ. പക്ഷെ വിലയാണ് പ്രശ്നം. അതിന്റെ ഉടമസ്ഥനുണ്ടല്ലോ, ആ തവളക്കണ്ണൻ, പുള്ളിക്കാരൻ പറഞ്ഞ വിലയിൽ നിന്നും ഒരു ശകലം പോലും താഴോട്ടില്ല. അച്ചായനൊന്ന് ക്ഷമിക്ക്. ഒരു 1.5 മാസം കഴിഞ്ഞ പുള്ളിക്കാരൻ താനെ നമ്മുടെ വഴിക്ക് വരും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ തകർന്നടിഞ്ഞില്ലേ? അങ്ങേരുടെ ഒരു ഒടുക്കത്തെ വില. അച്ചായ, അച്ചായന് സ്ഥലം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഒന്നും ആലോചിക്കണ്ട. പുള്ളിക്കാരനോട് സംസാരിച്ച് വിലയൊക്കെ നമ്മുടെ വഴിക്കാക്കി തരുന്ന കാര്യം ഞാനേറ്റു. ഇത് കയ്യിന്ന് പോയാ അതൊരു വലിയ നഷ്ടമാണ്. അച്ചായ, നമുക്കൊരു കാര്യം ചെയ്താലോ? ഒന്ന് പോടോ. കാര്യമായി സംസാരിച്ചിരിക്കുമ്പോഴാണ് അവന്റെ ഒരു... എവിടെ പോയാലും ഉണ്ടാവും ഇതേമാതിരി കുറെ എണ്ണം. ഒന്ന് പോടോ. നിങ്ങളിത് എവിടെ പോയി കിടക്കായിരുന്നു? അരമണിക്കൂറായിട്ട് ആ കനാവരമ്പത്ത് ഒരു വേലത്ത് ഞാൻ കാത്തിരിക്കായിരുന്നു. കണ്ടില്ല? രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഒരു ചെറിയ കുട്ടിക്ക് നല്ല പനി. ഡോക്ടറെ കാണിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ടാ വരുന്നത്. ഭാര്യയ്ക്ക് തമ്മിൽ അസുഖം, മനസ്സിന് വല്ലാത്ത വിഷമം. ഞാൻ 2 കൂടുതലടിച്ചു. ആ പിന്നെ നാളെ മുതൽ തോട്ടത്തിൽ പണിക്കാർ വരുന്നാ പറഞ്ഞിരിക്കണേ. നാളെ കാണുമല്ലോ. ശരി, ഞാൻ വരാം. മനസ്സിന്റെ വിഷമം കൊണ്ട് പറയാ, കുട്ടികളോട് തെണ്ടാ നടക്കരുത് കേട്ടോ. എന്നാ എടോ, ഞങ്ങൾക്കൊന്നും നേരവും കാലമൊന്നുമില്ലേ? മണി 3 കഴിഞ്ഞില്ലേ? തോന്നിയ പോലെ തെണ്ടി വരല്ലേ? നിന്റെ ഭാഗ്യം, ഒരു പൊതിച്ചോറ് ഇരിപ്പുണ്ട്. ആ ബാനോ, ബാക്കി വന്ന പൊതിച്ചോറ് ഇരിപ്പില്ലേ? അതിങ്ങോട്ട് എടുത്തിട്ട് വാ. ഇത് പാരും വരും തോന്നണില്ല. എനിക്കല്ല, അവിടെ കൊടുക്കുക. ഓ, ദേ ഇവിടുന്ന് കഴിച്ച് ഇവിടുന്ന് വൃത്തിയാണ്ടാക്കരുത്. ദൂരെ എവിടെയെങ്കിലും പോയിട്ട് കഴിച്ചോണം. അല്ലെങ്കിൽ ഇവിടെ പണിയെടുത്ത് മനുഷ്യന്റെ നടും നട്ടലും ഇല്ലാതായി. ഓ, നമുക്കിവിടെ ഇരുന്ന് ചോറുണ്ടോ?
ഊണിരിക്കല്ലേ? മോളെ, ഇനി ഈ ചോറ് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാല്ലേ? കാലിന് വയ്യാണ്ട് എടുക്കല്ലേ അവള്. നമ്മൾ തന്നെ കൊണ്ട് കൊടുക്കണ്ടേ അതിന്? ശരി അച്ഛാ. മോൾക്ക് വിഷമമായോ? ഇല്ല അച്ഛാ, ഞാൻ വീട്ടിൽ ചെന്ന് അമ്മയുടെ കൂടെ ഒരുമിച്ച് കഴിച്ചോളാം. ആ, നടക്കു, വേഗം പോവാ. ഹലോ, ആ മേനോൻ, എന്താ പ്രത്യേകിച്ച്? ഞങ്ങൾ ഇറങ്ങായി. ആ, താങ്കളോട് പറഞ്ഞല്ലോ. എനക്കറിയാലോ. എല്ലാം പെട്ടെന്നായിരുന്നു. ഇനി എപ്പോഴാ മടങ്ങാന്നൊന്നും ഒരു തീരുമാനവും ആയിട്ടില്ല. ഓക്കെ, എല്ലാം ഇതുപോലെ വരട്ടെ. ഞാൻ പിന്നെ വിളിച്ചതേ താങ്കളോട് പറഞ്ഞതൊന്നും മറക്കണ്ട. ആ ഓക്കെ. അപ്പൊ ശരി, ഞാൻ എന്നാ എത്തിയതിന് ശേഷം വിളിക്കാം. എന്നാ ശരി, ഓക്കെ. എന്താ അമ്മ അവിടെ തനിച്ചിരിക്കുന്നത്? ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴും ശ്രദ്ധിച്ചിരുന്നു. കുറെ നേരമായില്ലേ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. എന്തോ വിഷമം ഉള്ളിലുള്ളത് പോലെ ഉണ്ടല്ലോ. എന്റെ മകൻ രാവിലെ എന്നെ ഇവിടെ ഇരുത്തി ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയതാ. ആ, ഇനി അവൻ വരുമെന്ന് തോന്നണില്ല. എന്റെ വിധി ഇവിടെ കിടന്ന് മരിക്കാനാവും. അമ്മയ്ക്ക് വേറെ മക്കള്? എനിക്ക് ആകെ ഉള്ള ഒരേ ഒരു മകനാ. അവൻ എന്നെ ഇങ്ങനെ അച്ഛാ, ആ, ഈ മുത്തശ്ശിയെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാലോ? അമ്മയുടെ വിഷമസ്ഥിതി കണ്ടിട്ട് ചോദിക്കുക. ഞങ്ങൾ വിളിച്ചാ കൂടെ വരുമോന്നറിയില്ല, എന്നാലും ചോദിക്കുക, അമ്മ എന്റെ കൂടെ വരുമോ ഞങ്ങളുടെ വീട്ടിലേക്ക്? അമ്മേ, ഈ ലോകത്തിന്റെ നന്മയുടെ കണ്ണും കാതും ഒക്കെ മൂടിക്കെട്ടി വരികയാണ്. ഇപ്പൊ ഇവിടെ തിന്മയ്ക്കാണ് സ്ഥാനം. ഇവിടെ മനുഷ്യബന്ധങ്ങളെല്ലാം വിട്ട്
ആസ്തിക്കും സ്വാർത്ഥതയ്ക്കും വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. അമ്മയെപ്പോലെ അമ്മ മാത്രം ഉണ്ടാവൂ എന്ന തിരിച്ചറിവ് ഇവിടെ പല മക്കൾക്കും ഇല്ല. ഞാൻ അമ്മയെ പൊന്നുപോലെ നോക്കാം. അവിടെ എൻ്റെ ഭാര്യയും ഈ മകളും ഉണ്ട്. അവരമ്മയ്ക്കൊരു കൂട്ടുപാവും. അമ്മ ഒന്നും ആലോചിക്കണ്ട, ധൈര്യമായി വന്നോളൂ. എന്നെ വിശ്വസിക്കാം. എനിക്കൊരു ചെറിയ വീടും കുടുംബമൊക്കെ ഉണ്ട്. എനിക്കൊരു ഓട്ട് കമ്പനിയിലായിരുന്നു പണി. ഒരിക്കൽ അവിടെ നിന്ന് കിട്ടിയതാണ് ഈ കാലിന്റെ സമ്പാദ്യം. ഈ കാലും വെച്ച് വേറെ ജോലിക്കൊന്നും പോകാൻ കഴിയില്ല. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാ ഞാനിങ്ങനെ ഉള്ള സന്തോഷത്തിൽ നമുക്ക് ഒരുമിച്ച് അവിടെ കഴിയാം. അമ്മ ഞങ്ങൾക്ക് ഒരിക്കലും ഒരു ഭാരമാവില്ല. അമ്മ അവിടെ നിന്ന് ആരും ഇറക്കി വിടൂല്ല. നേരെ സന്ധ്യയായി വരിക. അമ്മ അവിടെ ഒറ്റയ്ക്കിരിക്കണ്ട. വാ മുത്തശ്ശി, വാ മുത്തശ്ശി ഞങ്ങളുടെ വീട്ടിലേക്ക്. എനിക്ക് മുത്തശ്ശിയെ വളരെ ഇഷ്ടായി. നമ്മൾ എല്ലാവരും കൂടി ഒരു വീട്ടിൽ എന്തു രസായിരിക്കും. വരൂ അമ്മേ. വരൂ മുത്തശ്ശി, വരൂ. പോണത് പോട്ടെ, പോയത് പോയി. ആയിരം മക്കൾക്കൊരാൽ മരമായി വീടിനും നാടിനും പൊൻവിളക്കായി പടുതിരി കത്തുന്ന നേരത്തുപോലും പൊൻപ്രഭ വീശുന്നു നിലവിളക്കമ്മ. അണയാൻ പോകുന്നൊരാത്തിരിനാളം അന്തരാത്മാവിൻ്റെ തേങ്ങലായി. പരിഭവമില്ലാതെ പ്രാർത്ഥനയോടെ നിറമിഴിയോടവൾ അകന്നുപോയി. നിറമിഴിയോടവൾ അകന്നു